നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ആന്റണി രാജ്. ഈ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് 2023 മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ ആദ്യത്തെ പാർട്ടാണ് ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ പോയിന്റ്, രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ. വെള്ളത്തിനടിയിലൂടെ എന്താണ് മെട്രോ? രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത് എവിടെ? ചോദിക്കാൻ നല്ല ചോദ്യമാണ്, പഠിച്ചു വെച്ചോളാം. കൊൽക്കത്തയിലാണ് വന്നത്. കൊൽക്കത്ത. രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഹൂഗ്ലി നദിയിലാണ് എന്ന പോയിന്റ് കൂടെ അവിടെ ഓർത്തോണം. നമ്മൾ പഠിക്കാറില്ലേ, കൊൽക്കത്ത ഏത് നദിയുടെ തീരത്താണ്? ഹൂഗ്ലി നദിയുടെ തീരത്ത്. താജ്മഹൽ ആണെങ്കിൽ ഏത് നദിയുടെ തീരത്താണ്? യമുന, അല്ലെ? മുംബൈ ആണെങ്കിൽ മിഥി, ഇങ്ങനെയൊക്കെ പഠിക്കാറില്ലേ? കൊൽക്കത്ത ഹൂഗ്ലിയുടെ തീരത്താണ്. അണ്ടർ വാട്ടർ മെട്രോ രാജ്യത്തെ ആദ്യത്തെ വന്നത് കൊൽക്കത്തയിലാണ്, ഹൂഗ്ലി നദിയിലാണ്. കണക്ട് ചെയ്ത് പഠിക്കുക. അടുത്തത്, അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പുറത്തുവിട്ട കണക്ക് പ്രകാരം രാജ്യത്തെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രി ആര്? അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പുറത്തുവിട്ട കണക്ക് പ്രകാരം രാജ്യത്തെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രിയാണ് ജഗൻമോഹൻ റെഡ്ഡി. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ ജഗൻമോഹൻ റെഡ്ഡിയാണ് രാജ്യത്തെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുത്തത്. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പോയിന്റ് ഓർത്തു വെക്കുക. ജഗൻമോഹൻ റെഡ്ഡി, ആന്ധ്രാപ്രദേശ്. അടുത്ത പോയിന്റ്, 2023 അണ്ടർ 20 ഫുട്ബോൾ വേൾഡ് കപ്പ്. 20 വയസ്സിൽ താഴെയുള്ള അണ്ടർ 20 ഫുട്ബോൾ വേൾഡ് കപ്പ് 2023 വേദി എവിടെ? അർജന്റീന. അണ്ടർ 20 ഫുട്ബോൾ വേൾഡ് കപ്പ് 2023 വേദി എവിടെയെന്ന് ചോദിച്ചാൽ അർജന്റീന. പഠിച്ചിരിക്കുക, അർജന്റീന. അടുത്തത്, കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വന്നത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം. പഠിച്ചു വെച്ചോളുക. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? തിരുവനന്തപുരം. ശരി, അടുത്ത പോയിന്റ്, ജെമിനി ശങ്കരൻ അന്തരിച്ചു. ജെമിനി ശങ്കരൻ, അല്ലെങ്കിൽ പറയാം എം വി ശങ്കരൻ. എന്നാണ് പേര്. അറിയപ്പെടുന്നത് ജെമിനി ശങ്കരൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം അന്തരിച്ചു. ജെമിനി ജംബോ എന്നീ കമ്പനികളുടെ സ്ഥാപകനാണ്. ജെമിനി ജംബോ എന്നീ കമ്പനികളുടെ സ്ഥാപകനായ എം വി ശങ്കരൻ അന്തരിച്ചു. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ജെമിനി ശങ്കരൻ എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, പോയിന്റ് വ്യക്തമാണ്. ഇനി അടുത്തത്, നസീറും മധുവും ഒക്കെ അറിയാവുന്ന ആളാണ്. നോക്കൂ, പ്രേം നസീർ. പ്രേം നസീർ ചലച്ചിത്ര പുരസ്കാരം 2023 നൽകി. ആർക്ക് കിട്ടി? മധുവിന് കിട്ടി. പ്രഥമ പ്രേം നസീർ ചലച്ചിത്ര പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? മധുവിനാണ്. ആർക്കാണ്? മധു. മമ്മൂട്ടിയല്ല, മോഹൻലാൽ അല്ല, മധുവിനാണ് ലഭിച്ചത്. പ്രേം നസീർ, മധു, ഓർത്തു വെച്ചോളൂ. ഇനി നമ്മുടെ അയൽവാസി ബംഗ്ലാദേശ്. നമ്മുടെ അയൽവാസിയാണല്ലോ ബംഗ്ലാദേശ്. ഈ ബംഗ്ലാദേശിന് പുതിയൊരു പ്രസിഡന്റ് വന്നു. 22ാമത്തെ പ്രസിഡന്റ്, ഓർത്തു വെച്ചോളൂ. മുഹമ്മദ് ഷഹാബുദ്ദീൻ എന്നാണ് പേര്. ബംഗ്ലാദേശിന്റെ പുതിയ പ്രസിഡന്റിന്റെ പേരെന്ത്? മുഹമ്മദ് ഷഹാബുദ്ദീൻ. ബംഗ്ലാദേശിന്റെ പുതിയ പ്രസിഡന്റ് അല്ലെങ്കിൽ 22ാമത്തെ പ്രസിഡന്റിന്റെ പേരാണ് സുഹൃത്തുക്കളെ പഠിക്കുക. മുഹമ്മദ് ഷഹാബുദ്ദീൻ എന്നാണ് പേര്. പേര് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ. ഇതെവിടെ കേട്ട പോലെ അല്ലേ? രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ എന്നാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടത്. കൊൽക്കത്ത ഹൂഗ്ലി നദിയിൽ. ഇവിടുത്തെ ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. എവിടെ? ദാറ്റ് ഈസ് ഇൻ കൊച്ചി. നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലാണ് വന്നത്. കൊച്ചിയിലാണ് രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ വന്നത്. യാത്ര ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കൊച്ചി പോയാൽ മതി. വാട്ടർ മെട്രോയിലൂടെ യാത്ര ചെയ്യാം. രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ വന്നത് കൊച്ചിയിലാണ്. രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ വന്നത് കൊച്ചി. കോക്കോ, രണ്ടും കോക്കോ. കൊൽക്കത്ത എന്താണ്? അണ്ടർ വാട്ടർ മെട്രോ. കൊച്ചി എന്താണ്? രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ.
ഓക്കെ, സെറ്റ്. ഇനി അടുത്തത് നിങ്ങളൊക്കെ കേറി കാണും, വന്ദേ ഭാരത് അല്ലെ? വന്ദേ ഭാരത് കേറിയോ? ഇല്ല. എന്താണ് പ്രത്യേകത? ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനിന്റെ പേരാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്നത്. 180 km/h 180 km/h ആണ് അതിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനായ വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിലേക്ക് വന്നു അല്ലെ? കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തിലെ തിരുവനന്തപുരം വരെ കാസർഗോഡ് വരെ ബന്ധിപ്പിക്കുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിന് പുതിയതായിട്ട് വന്നു. അപ്പോ കേരളത്തിലെ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ 13ാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇന്ത്യയിലെ 13ാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിന് നൽകി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ബന്ധിപ്പിക്കുന്നു അല്ലേ വന്ദേ ഭാരത്. അടുത്ത പോയിന്റ്, ഹിമാലയത്തിലെ ഭൂകമ്പ മേഖലകൾ മാപ്പ് ചെയ്യുന്ന സംവിധാനത്തിന്റെ പേരാണ് നിസാർ. ഒന്നുകൂടെ പറയാം, ഹിമാലയത്തിലെ ഭൂകമ്പ മേഖലകൾ മാപ്പ് ചെയ്യുന്നതിനായിട്ടുള്ള ISROയുടെ പദ്ധതിയുടെ പേരാണ് നിസാർ. NISAR, നിസാർ. നസീർ അല്ല, നിസാർ ആണ്. ഹിമാലയത്തിലെ ഭൂകമ്പ മേഖലകൾ മാപ്പ് ചെയ്യുക. ഹിമാലയത്തിലെ ഭൂകമ്പ മേഖലകൾ മാപ്പ് ചെയ്യുന്നതിനായിട്ടുള്ള ISROയുടെയും നാസോയുടെയും ചേർന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് നിസാർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. ഹിമാലയത്തിലെ ഭൂകമ്പ മേഖലകൾ മാപ്പ് ചെയ്യുന്നതിനായിട്ട് അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് നാസ കേട്ടോ, നാസ. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയായ ISROയും അല്ലെ? ISRO എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. നാസ എന്ന് പറഞ്ഞാലോ നാഷണൽ എയറോനോട്ടിക് ആൻഡ് സ്പേസ് ഏജൻസി. ഇവർ രണ്ടും കൂടെ ചേർന്നുകൊണ്ട് അവതരിപ്പിച്ചതാണ് നിസാർ. എന്താണ് നിസാർ? നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നാണ് പൂർണ്ണരൂപം. ഒന്നുകൂടെ പറഞ്ഞുതരാം, നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നാണ് പൂർണ്ണരൂപം. നിസാർ എന്നുള്ളത് ഓർമ്മയിലിരിക്കട്ടെ. ശരി, അടുത്ത പോയിന്റിലേക്ക് പോകാം. പത്മപ്രഭ പുരസ്കാരം 2023. പത്മപ്രഭ പുരസ്കാരം 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നമ്മൾ നേരത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞു. ഇവിടെ പത്മപ്രഭ പുരസ്കാരം 2023 ആർക്ക് കിട്ടി? സുഭാഷ് ചന്ദ്രൻ. നോക്കിയേ, സുഭാഷ് ചന്ദ്രൻ. ആർക്കാണ് കിട്ടുന്നത്? സുഭാഷ് ചന്ദ്രൻ. എന്ത് പുരസ്കാരം? പത്മപ്രഭ അല്ലെ? നമ്മൾ പറയാറില്ലേ ചന്ദ്രപ്രഭ എന്ന് പറയാറില്ലേ? ചന്ദ്രന്റെ പ്രഭാവം അല്ലെ? ചന്ദ്രപ്രഭ ഇങ്ങനെ കണക്ട് ചെയ്താൽ ചന്ദ്രപ്രഭ എന്ന് കണക്ട് ചെയ്താൽ പേര് കിട്ടും. പത്മപ്രഭ പുരസ്കാരം കിട്ടിയത് ചന്ദ്രന്, സുഭാഷ് ചന്ദ്രന്. പത്മപ്രഭ പുരസ്കാരം കിട്ടിയത് സുഭാഷ് ചന്ദ്രൻ. 2023 പത്മപ്രഭ പുരസ്കാരം കണക്ട് ചെയ്ത് ഓർത്തു വെച്ചോളൂ. പത്മപ്രഭ പുരസ്കാരം 2023 കിട്ടുന്നത് സുഭാഷ് ചന്ദ്രൻ. പോയിന്റുകൾ കൃത്യമായിട്ട് പഠിച്ചു നോക്കുക, നിങ്ങളുടെ മെമ്മറിയിൽ അത് സൂക്ഷിക്കുക. അടുത്ത പോയിന്റ്, LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. LICയുടെ പുതിയ ചെയർമാൻ, ആക്ടിംഗ് ചെയർമാൻ ആണ്. പേര് ഓർത്തു വെച്ചോളൂ, സിദ്ധാർത്ഥ മൊഹന്തി എന്നാണ് പേര്. മൊഹന്തി സിദ്ധാർത്ഥ മൊഹന്തി. LICയുടെ പുതിയ ചെയർമാന്റെ പേരാണ് സിദ്ധാർത്ഥ മൊഹന്തി. LIC ഏത് വർഷമാണ് വന്നത്? LICയുടെ വർഷം 1956 കേട്ടോ, ഒന്ന് ഓർത്തു വെച്ചോ. 1956 LIC നിലവിൽ വരുന്നത് കേട്ടോ. 1956 1956 LIC വരുന്നത്. LIC ദേശസാത്കരിച്ചത് എന്ന് അങ്ങനെ വേണേലും പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. LIC ദേശസാത്കരിച്ചത് എന്ന് അങ്ങനെ വേണേലും ചോദിക്കാം. 1956 കേട്ടോ. 1956 LIC വന്നു. ശരി, അടുത്തത് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ. ശ്രദ്ധിക്കൂ, വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്. ഓക്കെ, തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ. ബംഗാൾ ഉൾക്കടൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർത്തോണം, ഈ ഒരു ഭാഗത്ത് വരുന്നത് ബംഗാൾ ഉൾക്കടൽ. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ഈ വർഷം രൂപം കൊണ്ട ആദ്യത്തെ ചുഴലിക്കാറ്റിന്റെ പേരാണ് മോഖ.
മോഖ. എന്താണ് പേര്? മോഖ. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ഈ വർഷം രൂപം കൊണ്ട ആദ്യത്തെ ചുഴലിക്കാറ്റിന്റെ പേരാണ് മോഖ. മോഖ എന്ന ചുഴലിക്കാറ്റിന് പേര് നിർദ്ദേശിച്ച രാജ്യം ഏത്? പരീക്ഷയ്ക്ക് ചോദിക്കാം. യമനാണ് നിർദ്ദേശിച്ചത്. യമൻ. മോഖ മോഖ യമൻ. മോഖ യമൻ. മോഖ യമൻ. ഓർത്തോളൂ, മോഖ ചുഴലിക്കാറ്റിന് പേര് കൊടുത്തത് യമനാണ്. യമനാണ്. അപ്പൊ ഈ ഒരു ഭാഗത്ത് ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഭാഗത്തേക്ക് അടുത്തതായിട്ട് വരാം. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഓക്കെ. അപ്പോൾ പഠിക്കാനിരിക്കുമ്പോ ക്ഷീണം തോന്നുന്നെങ്കിൽ നേരെ ഇരിക്കുക. നട്ടല് നേരെ ആക്കിയിട്ട് ശ്രദ്ധയോടുകൂടി കേൾക്കാൻ ശ്രമിക്കുക. ഉറക്കത്തെ ഒരു പരിധി വരെ മറികടക്കാൻ സഹായിക്കും. ശ്രദ്ധിക്കൂ. നബീസ ഉമ്മാൾ അന്തരിച്ചു. നബീസ ഉമ്മാൾ അന്തരിച്ചു. ഇനി ആരാണ് നബീസ ഉമ്മാൾ? മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം, മലയാളത്തിൽ ബിരുദമല്ല, മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം നേടുന്ന ആദ്യത്തെ മുസ്ലിം വനിതയാണ് ഈ നബീസ ഉമ്മാൾ. നബീസ ഉമ്മാൾ. അപ്പോൾ നബീസ ഉമ്മാൾ അന്തരിച്ചു. മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം നേടുന്ന ആദ്യത്തെ മലയാളി മുസ്ലിം വനിതയാണ് നബീസ ഉമ്മാൾ. അപ്പൊ നബീസ ഉമ്മാൾ ചോദ്യം വന്ന് ഓർത്തു വെക്കണം. നബീസ ഉമ്മാൾ. നബീസ ഉമ്മാൾ. സെറ്റ്. ഇനി അടുത്തത്, രണ്ടാം പ്രസവത്തിൽ പെൺകുഞ്ഞ് എങ്കിൽ 6000 രൂപ. രണ്ടാം പ്രസവത്തിൽ പെൺകുഞ്ഞാവുന്ന അമ്മമാർക്ക് 6000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരെന്ത്? രണ്ടാം പ്രസവത്തിൽ പെൺകുഞ്ഞാവുന്ന അമ്മമാർക്ക് 6000 രൂപ നൽകുന്ന പദ്ധതിയുടെ പേരാണ് മാതൃവന്ദന യോജന. മാതൃവന്ദന യോജന. ഓർത്തു വെച്ചോളൂ. രണ്ടാം പ്രസവത്തിൽ പെൺകുഞ്ഞാണോ 6000 രൂപ. അപ്പൊ പദ്ധതിയുടെ പേരെന്തുവാ? മാതൃവന്ദന യോജന. മാതൃവന്ദന യോജന. പോയിന്റ് വ്യക്തമാണ്. അടുത്തത് ഒരു അന്താരാഷ്ട്ര കമ്പനിയാണ് ഗുച്ചി. GUCCI. ഗുച്ചി ഒരു പക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. ഗുച്ചി. ഈ ഗുച്ചി എന്ന് പറയുന്ന കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് മാറിയത് ആരായിരുന്നു? ഗുച്ചി എന്ന് പറയുന്ന കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുത്തത് ആരെയാണ്? ദാറ്റ് ഈസ് ആലിയ ഭട്ട്. ആലിയ ഭട്ടിനെയാണ് തിരഞ്ഞെടുത്തത്. ഗുച്ചി എന്ന് പറയുന്ന കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? ആലിയ ഭട്ട്. ഗുച്ചി ആലിയ ഭട്ട്. ഓക്കെ, അതും സെറ്റാണ്. കേരളത്തിൽ ഒരു കായിക താരത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ പുരസ്കാരം. പുരസ്കാരത്തിന്റെ പേരാണ് സുഹൃത്തുക്കളെ GV രാജ പുരസ്കാരം. GV രാജ. ഗോദവർമ്മ രാജ. ഇതാണ് GV രാജ. ഗോദവർമ്മ രാജ. കായിക കേരളത്തിന്റെ പിതാവാണ് ഇദ്ദേഹം. കേരള ടൂറിസത്തിന്റെ പിതാവാണ് ഇദ്ദേഹം. കേരള സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപകനാണ് ഇദ്ദേഹം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള മനുഷ്യനാണ് ആര്? GV രാജ. അപ്പോ GV രാജ പുരസ്കാരം കായിക കേരളത്തിന്റെ പിതാവായ GV രാജയുടെ പേരിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായിക പുരസ്കാരം. അതാണ് GV രാജ പുരസ്കാരം. ഇതാരാ കൊടുക്കുന്നത്? ഇത് കൊടുക്കുന്നത് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ആണ് കൊടുക്കുന്നത്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ കൊടുക്കുന്ന പുരസ്കാരമാണ്. ഈ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ആരാ സ്ഥാപിച്ചത്? അത് ഈ GV രാജ തന്നെ. മനസ്സിലായോ? GV രാജ സ്ഥാപിച്ച കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ കൊടുക്കുന്ന പുരസ്കാരമാണ് GV രാജ പുരസ്കാരം. അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായിക പുരസ്കാരം. അത്രയും മനസ്സിലായോ? ഇനി പറയാം. GV രാജ പുരസ്കാരം 2023 പ്രഖ്യാപിച്ചു. പുരുഷ വിഭാഗത്തിൽ ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ മുരളി ശ്രീശങ്കർ എന്ന് പറയുന്ന ശ്രീശങ്കറിനാണ് പുരുഷ വിഭാഗത്തിൽ മികച്ച പുരുഷ താരമായിട്ട് തെരഞ്ഞെടുത്തത്. മികച്ച വനിതാ താരത്തിന്റെ പേരാണ് അപർണ ബാലൻ എന്ന് പറയുമ്പോൾ അപർണ ബാലൻ എന്ന് 2 പ്രാവശ്യം പറയണം. കാരണം പിന്നെ ചോദിക്കുമ്പോ അപർണ ബാലമുരളി എന്നൊക്കെ പറഞ്ഞു പോകാനുള്ള സാധ്യത. അപർണ ബാലമുരളി അങ്ങനെ പറഞ്ഞു ചിലപ്പോൾ അതുവഴി ഒന്ന് പോകും. മനസ്സിലായോ? പിന്നെ നമ്മൾ സൺഡേ ഹോളിഡേയുടെ കഥ പറയും. പിന്നെ അത് കഴിയുമ്പോൾ വേറെ സിനിമ, തമിഴിലൊരു സിനിമ ഉണ്ടല്ലോ, ഓസ്കാർ കിട്ടിയ ദേശീയ ചലച്ചിത്ര പുരസ്കാരം കിട്ടിയ ഒരു സിനിമ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുവഴി ഇങ്ങനെ വർത്താനം പറഞ്ഞു പോരുത്. തിരിച്ചു പോവാം. അപ്പൊ അപർണ ബാലൻ ബാഡ്മിന്റൺ താരം. ശ്രീശങ്കർ ലോങ് ജമ്പ് താരം. പുരുഷ താരം ശ്രീശങ്കർ, വനിതാ താരം അപർണ ബാലൻ ബാഡ്മിന്റൺ
എം ശ്രീശങ്കർ ലോങ് ജമ്പ്. ഇത്രയും പോയിന്റ് അവിടെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. ഇനി അടുത്തത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല ഒരു ചോദ്യമാണ് അടുത്ത പോയിന്റ്. വേൾഡ് ബാങ്ക്, ലോകബാങ്ക്. ലോകബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് ഒരു ഇന്ത്യൻ വംശജനാണ്. പേര് അജയ് ബംഗ. വേൾഡ് ബാങ്ക് ബംഗ, വേൾഡ് ബാങ്ക് ബംഗ, വേൾഡ് ബാങ്ക് ബംഗ, അജയ് ബംഗ, അജയ് ബംഗ, അജയ് ബംഗ ഇന്ത്യൻ വംശജനാണ്. നമ്മൾ പറഞ്ഞായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ കായിക പുരസ്കാരം GV രാജ പുരസ്കാരം. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കായിക പുരസ്കാരത്തിന്റെ പേരെന്താണെന്നറിയോ? അതാണ് സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് അറിയാം, ഖേൽ രത്ന. ഖേൽ രത്ന, ഖേൽ രത്നയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കായിക പുരസ്കാരം. ഖേൽ രത്ന. പണ്ട് ഇത് അറിയപ്പെട്ടിരുന്നത് രാജീവ് ഗാന്ധി ഖേൽ രത്ന എന്നായിരുന്നു. ഇപ്പൊ അത് മാറി. മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന, മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന എന്നാണ് അറിയപ്പെടുന്നത്. മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ കായിക പുരസ്കാരത്തിന്റെ പേരാണ് ലോറസ് പുരസ്കാരം. ലോറസ് പുരസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ കായിക പുരസ്കാരത്തിന്റെ പേരെന്താണ്? ലോറസ് പുരസ്കാരം. 2022 ലോറസ് പുരസ്കാരം, 2022 മികച്ച താരങ്ങൾക്കുള്ള ലോറസ് പുരസ്കാരം 2023 പ്രഖ്യാപിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പൊ ലോറസ് പുരസ്കാരം 2023 പ്രഖ്യാപിക്കുന്നു. മികച്ച പുരുഷ താരം, മികച്ച വനിതാ താരം, മികച്ച ടീം, ഈ 3 പേരെ ഓർത്തോണം. മികച്ച പുരുഷ താരത്തിന്റെ പേര് അറിയാം ലയണൽ മെസ്സി. മികച്ച പുരുഷ താരത്തിന്റെ പേര് ലയണൽ മെസ്സി. അറിയാം അല്ലെ? കഴിഞ്ഞ വർഷം വേൾഡ് കപ്പ് ഒക്കെ നേടി അല്ലെ? ലയണൽ മെസ്സി 2022 ഡിസംബറിൽ അല്ലെ? ലയണൽ മെസ്സി. മികച്ച വനിതാ താരം, മികച്ച വനിതാ താരത്തിന്റെ പേര് ഷെല്ലി ആൻ ഫ്രേസർ. എന്താണ് പേര്? ഷെല്ലി ആൻ ഫ്രേസർ. മികച്ച പുരുഷ താരം ലയണൽ മെസ്സി, മികച്ച വനിതാ താരം ഷെല്ലി ആൻ ഫ്രേസർ. ഷെല്ലി ആൻ ഫ്രേസർ. ഇനി അടുത്തത് മികച്ച ടീം, ദാറ്റ് ഈസ് അർജന്റീന. മികച്ച ടീം ഏതാണ്? അർജന്റീനയാണ് മികച്ച ടീമായിട്ട് തെരഞ്ഞെടുത്തത്. ഓക്കെ, അപ്പം ഈ ഒരു ഭാഗത്തും പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ 2023 മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ ആദ്യത്തെ ഭാഗമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പൊ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായി എന്ന് വിചാരിച്ചുകൊണ്ട് തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി.